വാട്സപ്പ് പണ്ടത്തെ പോലെ ഒരു വീഡിയോ കോൾ ആൻഡ് ചാറ്റിംഗ് ആപ്പ് അല്ല. അതായത് ഇനി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ അപ്ഡേറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടു. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ AI ചാറ്റ് അടുത്ത അപ്ഡേറ്റിൽ നമ്മൾ വാട്സപ്പ് കൊണ്ടുവരാൻ പോവാണ്. എന്താണ് AI ചാറ്റ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റോ ഒരു ഇമേജോ ഒക്കെ നിങ്ങൾ പറയുന്ന രീതിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു AI ചാറ്റ് ബോട്ട് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലുള്ളതുപോലെ സ്നാപ്പിലുള്ളതുപോലെയുള്ള ഒരു പേഴ്സണുമായിട്ടായിരിക്കും നമ്മൾ ചാറ്റ് ചെയ്യേണ്ടത്. അത് റോബോട്ടിൻ്റെ നമ്മൾ ചാറ്റ് ചെയ്യണം. ചാറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് എ ഇമേജ് വിത്ത് ഡോങ്കി ഡ്രിങ്കിങ് വാട്ടർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ ലീവ് അറിയിക്കാൻ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും അത് ചെയ്തു തരും. സിമിലർലി നമ്മുടെ ചാറ്റ് GPT ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ബട്ട് ഇത് നല്ല രീതിക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മെസ്സേജിങ് രീതി തന്നെ മാറും. നമ്മൾ വാട്സപ്പിൽ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന്. അതായത് നമ്മുടെ വാട്സപ്പ് കോളുകളെല്ലാം വേറെ ആരും ചോർത്തിക്കൊണ്ട് പോകില്ല, ഒരു ഹൈ സെക്യൂരിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ആ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ്. എന്നാൽ ഇനി ഒരു പുതിയൊരു ലെവൽ ഓഫ് സെക്യൂരിറ്റി ലെയറും കൂടി നമ്മുടെ വാട്സപ്പ് കൊണ്ടുവരാൻ പോവാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ IP അഡ്രസ്സ് ഹൈഡ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് കോൾ. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് കോളിൻ്റെ ക്വാളിറ്റി നല്ല രീതിക്ക് ഡൗൺ ആവും. അതായത് ക്വാളിറ്റി കുറവായിരിക്കും, എന്നാൽ സെക്യൂരിറ്റി ഹൈ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് സെക്യൂരിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് വെക്കാം. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ നമുക്ക് ക്വാളിറ്റി കിട്ടും. മെസ്സേജിലൂടെ ചില എക്സ്പ്രഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് അയക്കാറുണ്ട്, എല്ലാവരും അയക്കാറുണ്ട്. എന്നാൽ ഇനി നമുക്കൊരു യുണീക്ക് വേ ഓഫ് സ്റ്റിക്കർ മേക്കിംഗ് പ്രോസസ്സ് വരാണ്, അതായത് AI സ്റ്റിക്കേഴ്സ്. ഈ AI സ്റ്റിക്കർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫീച്ചറാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ആന സൈക്കിൾ ചവിട്ടുന്നു എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആന സൈക്കിൾ ചവിട്ടുന്ന സ്റ്റിക്കർ നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി തരും. ആ സ്റ്റിക്കറിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റി സൈക്കിൾ ചവിട്ടുന്നതോ ഓടുന്നതോ ആന കുത്താൻ വരുന്നതോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്ത് സ്റ്റിക്കറാക്കി എടുക്കാൻ പറ്റും. AI ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് അത് ക്രിയേറ്റ് ചെയ്ത് തരും. ബാക്കി നമ്മുടെ ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ലിസ്റ്റിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട 2 ബെസ്റ്റ് കമൻറ്റുകൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അതായത് പാസ്കോഡോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അത് വെച്ചിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് ചാറ്റുകൾ ലോക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ അറിയുന്നവർക്ക് നമ്മുടെ ഈ ചാറ്റുകളും അൺലോക്ക് ചെയ്ത് വായിക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന ഫീച്ചേഴ്സിൽ നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്യുന്നത് ഒരു യുണീക്ക് പിന്ന് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫോണിൻ്റെ അൺലോക്കിംഗ് സിസ്റ്റം അല്ലാതെ ഓരോ ചാറ്റിനും ഓരോ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പിന്നാവുമ്പോൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ, ആർക്കും അൺലോക്ക് ചെയ്യാനും പറ്റില്ല. ഇനി പറയാൻ പോകുന്ന ഫീച്ചർ എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ടെക്സ്റ്റ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ മോഡുകൾ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് പോയിന്റേഴ്സ്, ബുള്ളറ്റ് പോയിന്റേഴ്സ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ കോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു ബോക്സിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയുള്ള 3 രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാം. മേ ബി ഒരുപാട് ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവും. വാട്സപ്പിൽ അവതാർ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് ഇനി കോളുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിന് വരാം നമ്മുടെ അവതാർ ആയിരിക്കും പോവേണ്ടതെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. ഇത് എങ്ങനെയായിരിക്കും അവർ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതൊരു ബിഗ് ചേഞ്ച് ആണ് ഇനി വരാൻ പോണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആമസോൺ ഗാഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ, താങ്ക് യു.